കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലെ വെള്ളക്കെട്ടിൽ ചൂണ്ടയിട്ട വ്യാപാരി വ്യവസായി സമിതിയുടെ പ്രതിഷേധം. ഇവിടെയുള്ള ഗട്ടറുകൾക്കും വെള്ളക്കെട്ടിനും പരിഹാരം കാണാത്ത നഗരസഭാ നടപടിയിൽ പ്രതിഷേധിച്ചാണ് വ്യാപാരികളുടെ വ്യത്യസ്ത സമരം. മഴ പെയ്താൽ ഉടൻ തന്നെ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് പതിവാണ്. ഇടശ്ശേരി റൂട്ടിൽ നിന്നും ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്ന ഭാഗത്ത് ഗട്ടറുകളും നിരവധിയാണ്. ഇന്നലെയും ഇന്നുമായി പെയ്ത കനത്ത മഴയിൽ ഗട്ടറുകളിൽ വെള്ളം നിറഞ്ഞ വലിയ വെള്ളക്കെട്ടാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാത്ത നഗരസഭയുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ വെള്ളക്കെട്ടിൽ പ്രതീകാത്മകമായി ചൂണ്ടയിട്ട് പ്രതിഷേധിച്ചതെന്ന് സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജാക്കബ് പറഞ്ഞു. കട്ടപ്പനയുടെ വിവിധ പ്രദേശങ്ങളിൽ ജലസംഭരണികൾ ഉണ്ടാക്കി അതിൽ മത്സ്യകൃഷി നടത്താനുള്ള രീതിയിൽ കട്ടപ്പന നഗരസഭ ഇവിടുത്തെ വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും നൽകിയിരിക്കുന്ന ഈ സഹായത്തിന് അങ്ങേയറ്റം വ്യാപാരി വ്യവസായി സമിതി കടപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഈ വ്യാപാരി വ്യവസായി സമിതി ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് നിരവധി നിവേദനങ്ങൾ കട്ടപ്പന മുനിസിപ്പാലിറ്റി കൊടുക്കുകയുണ്ടായി. ഈ റോഡിൻ്റെ അവസ്ഥകൾ അടിയന്തരമായിട്ട് അത് പരിഹരിക്കണമെന്ന പരാതികൾ കൊടുക്കുകയും ഞങ്ങൾ വിവിധ സമരങ്ങൾ നടത്തുകയുമുണ്ടായി. എന്നാൽ ഇവർ മൗനം പാലിക്കുകയും നാളിതുവരെ ഇതിന് യാതൊരുവിധ നടപടികളും സ്വീകരിക്കാതെ തെറ്റിദ്ധാരണ വരുത്തുന്ന കുറച്ച് മെസ്സേജുകൾ മാത്രം കൊടുക്കുക എന്നുള്ളതാണ് കട്ടപ്പന നഗരസഭയുടെ നിലപാട്. കട്ടപ്പന നഗരസഭ വൈസ് ചെയർമാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് ഇവിടെ ഫണ്ടില്ല, ഇവിടെ വരുന്ന വരുമാനങ്ങൾ പകുതിയിലധികം ഞങ്ങൾ കോടതി വ്യവഹാരങ്ങൾ നടത്തുവാൻ വേണ്ടിയാണ് ചെലവഴിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ വ്യവഹാരങ്ങൾ നടത്തേണ്ടി വരുന്നത് ഇതുപോലുള്ള നടപടിക്രമങ്ങളാണ് കട്ടപ്പന നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതുകൊണ്ടാണ് കോടതി വ്യവഹാരങ്ങൾ നേരിടേണ്ടതായിട്ടും വരുന്നത്. ബസ് സ്റ്റാൻഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് കാൽനട യാത്രികർക്കും വാഹനങ്ങൾക്കും സമീപത്തെ വ്യാപാരികൾക്കും ഒരുപോലെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരിക്കുകയാണ്. നഗരസഭ അടിയന്തരമായി ഇടപെട്ട് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി ശക്തമായ സമരം ആരംഭിക്കുമെന്നും വ്യാപാരി വ്യവസായ സമിതി നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. സമിതി ഭാരവാഹികളായ MR അയ്യപ്പൻകുട്ടി, PJ കുഞ്ഞുമോൻ, PB സുരേഷ്, ആൽവിൻ തോമസ്, PK സജീവൻ, M ജഹാംഗീർ, ശോഭനാപ്പു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.